വാൽവർദയുടെ 3 അടിയിൽ സിറ്റി ആടിയുലഞ്ഞിരിക്കുകയാണ്. സമയസൂചിക നിലക്കുമ്പോൾ സ്കോർ ബോർഡിൽ 3-0 മികവുറ്റ വിജയം. പൂർണ്ണമായും ആക്രമണത്തെ ആശ്രയിച്ച പെപ്പിനും സംഘത്തിനും ബെർണാബ്യൂവിൽ വലകൊലുക്കാനായില്ല. ചാമ്പ്യൻസ് ലീഗിൽ തങ്ങൾ തന്നെ രാജാക്കന്മാരെന്ന് അടിവരയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് റയൽ വരവറിയിക്കുകയാണ്. റയൽ 11 ഷോട്ട് ടേക്ക് ചെയ്തപ്പോൾ ടാർഗറ്റിലേക്ക് എത്തിയത് 7 എണ്ണമായിരുന്നു. മറുവശത്ത് സിറ്റിയാകട്ടെ 9 ഷോട്ടുകൾ ട്രൈ ചെയ്തു. അതിൽ 5 എണ്ണം ടാർഗറ്റിലേക്ക്. പക്ഷേ ഗോൾ കണ്ടെത്തുക എന്ന ദൗത്യം ബെർണാബ്യൂവിൽ സിറ്റിക്ക് അസാധ്യമായി തന്നെ തുടരുകയായിരുന്നു. പന്താധിപത്യം പുലർത്തിയത് സിറ്റി തന്നെയായിരുന്നു. 58% പന്താവകാശം സിറ്റി നിലനിർത്തി. എന്നിരുന്നാലും കാര്യങ്ങളൊന്നും അനുകൂലമായില്ല. രണ്ടാം പാദം അങ്ങ് ഇത്തിഹാദിലാണ്. അവിടെ പെപ്പും സംഘവും ഒരു തിരിച്ചുവരവ് നടത്തുമോ എന്നത് കാൽപന്ത് ലോകം ഉറ്റുനോക്കുകയാണ്. മത്സരത്തിന്റെ 20-ാം മിനിറ്റ് ടിബോ കോർട്ടോയ്സ് തൊടുത്തുവിട്ട കൃത്യതയാർന്ന ട്രാക്കിംഗ് പാസ് സിറ്റി താരം റൈലിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. പന്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ റൈലിക്ക് സംഭവിച്ച പിഴവ് മുതലെടുത്ത വാൽവർദെ തന്റെ ആദ്യ സ്പർശനത്തിലൂടെ അദ്ദേഹത്തെ കബളിപ്പിച്ച് മുന്നേറുന്നുണ്ട്. ബോക്സിന് പുറത്തേക്ക് കുതിച്ചെത്തിയ ഡൊണ്ണാറുമയെ കടത്തിവെട്ടി വാൽവർദെ പന്ത് വലയിലേക്ക് തിരിച്ചുവിട്ടു. ബെർണാബ്യൂ ആർത്തിരമ്പി. നൗ റയൽ മാഡ്രിഡ് 1 സിറ്റി 0. ഇടതുവിങ്ങിൽ നിന്ന് ബ്രഹീം ഡയസ് പന്ത് വിനിയിലേക്ക് കൈമാറുന്നു. സ്വന്തമായി അല്പൊന്നു മുന്നേറി വിനീഷ്യസ് സിറ്റിയുടെ പ്രതിരോധ താരങ്ങൾക്കിടയിലുള്ള വിടവ് കണ്ടെത്തി സഹതാരം വാൽവർദയെ ലക്ഷ്യമാക്കി ഒരു കർവിംഗ് പാസ് നൽകുന്നു. പന്തിനെ കൃത്യമായി കണക്ട് ചെയ്ത് പോസ്റ്റിന്റെ വലത്തെ മൂലയിലേക്ക് പന്തിനെ പായിക്കുന്നു. ബെർണാബ്യൂവിന്റെ മണ്ണിൽ വാൽവർദെ ഒരിക്കൽ കൂടി അവതരിക്കുകയാണ്. 42-ാം മിനിറ്റിൽ ട്രയൽ ബോക്സിലേക്ക് ഡയസ് ഉയർത്തി നൽകിയ പന്ത് സിറ്റി താരത്തിന് മീതെ പന്തുയർത്തി വാൽവർദെ ഗോൾ കണ്ടെത്തുന്നു. അതോടെ കരിയറിലെ ആദ്യ ഹാട്രിക്കിന് ബെർണാബ്യൂ സാക്ഷിയാവുകയാണ്. രണ്ടാം പകുതിയിൽ ഗോൾ മടക്കാനായി സിറ്റി നിരന്തരം ശ്രമിച്ചെങ്കിലും റയൽ താരങ്ങൾ തീർത്ത പ്രതിരോധം ഭേദിക്കാൻ അവർക്കായില്ലായിരുന്നു. വിനീഷ്യസിനെ ഫൗൾ ചെയ്തതിന് റയലിന് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു. എന്നാൽ കിക്കെടുത്ത വിനിക്ക് തെറ്റി. ഗോൾ കീപ്പർ ഡൊണ്ണാറുമ സിറ്റിക്ക് രക്ഷകനായി. മാർച്ച് 17 വ്യാഴാഴ്ച സെക്കൻഡ് ലെഗിന് ഇത്തിഹാദിൽ കളമൊരുങ്ങുമ്പോൾ തിരിച്ചുവരാൻ കഴിയുമോ എന്നത് കാത്തിരുന്നു.